Guys, once again welcome back to my channel. Guys, ഇന്ന് സൺഡേ ആണ്. ഐ തോട്ട് എനിക്ക് എൻ്റെ ഡയറ്റ് ഉണ്ടാക്കണമായിരുന്നു. രാവിലെ ലേറ്റ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വൺ ടൈം ഫുൾ പ്രോട്ടീൻ എൻ്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡയറ്റ് ഉണ്ടാക്കണമായിരുന്നു. അതിന് വേണ്ടി ഞാൻ ഒരു മഹാരാഷ്ട്രൻ ഹൈ പ്രോട്ടീൻ റെസിപ്പി കൊണ്ടായി ഇന്ന് വന്നേക്കണേ. ഒത്തിരി സിമ്പിളാണ് ഉണ്ടാക്കാൻ. നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ. മഹാരാഷ്ട്രൻ ഡിഷാ, മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ബേസിക്കലി ദിസ് ഡിഷ് യൂഷ്വലി ഇവിടെ മഹാരാഷ്ട്രയുടെ സെലിബ്രിറ്റീസൊക്കെ ഇത് ഒത്തിരി കഴിക്കാറുണ്ട്. So this is basically high protein paneer thesa. Alright. So guys, ഈ ഡിഷ് ഉണ്ടാക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. നമുക്കൊരു 15 to 10 minutes ഉണ്ടാക്കാവുന്ന ഡിഷേ ഉള്ളൂ. കുറച്ച് മുളക് പൊടിയും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഹെക്ടിക് ഷെഡ്യൂളാണ്. പെട്ടെന്ന് വന്ന് എന്തെങ്കിലും പ്രോട്ടീൻ്റെ ഉണ്ടാക്കണമെങ്കിൽ പനീർ നമ്മളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് ഇത്. ഡു ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ലെറ്റ് മീ നോ. പെട്ടെന്ന് ഇനി നമുക്ക് നമ്മുടെ ഡിഷ് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ജാരി ഞാൻ കുറച്ച് ഗ്രൗണ്ട് നട്ട്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തായി ഇത്രയും മിൻറ്റ് ലീഫ് ഇടും. ഇനി ഓക്കെ, നമ്മൾ മുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒത്തിരി ഹെൽത്തി ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. വെറും 15 minutes മതി ഇത് ഉണ്ടാക്കാനായിട്ടുണ്ട്. ഈ റെസിപ്പി നമ്മളുടെ ഹൈ പ്രോട്ടീൻ ഡയറ്റിന് വേണ്ടിയാണ്. ഇതിൽ നമുക്ക് പിന്നെ പനീരും വേണ്ടി വരും. ഇതിൽ കുറച്ച് നമുക്ക് കൊറിയൻഡർ ലീവും ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് സോൾട്ട് ഇടണം. ഓക്കെ, ഇനി ഇതിനെ നമ്മളിപ്പം നല്ലതുപോലെ പേസ്റ്റ് ആക്കി വെച്ച് ഇനി ഇത് നമ്മൾ പനീറിലോട്ടിടും. ഇനി ഈ ഒരു പാത്രത്തിൽ ഞാൻ എല്ലാം പനീറിനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ ഇനി ഇതിലോട്ടിടും. പിന്നെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. എന്നിട്ട് എൻജോയ് ചെയ്യണം. ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഘീ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് തോനെ വേണ്ട. നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഓരോന്നിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ബട്ട് എനിക്ക് ടൈമില്ല, ഓഫീസിൽ പോകണതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ഡയറ്റ് ഉണ്ടാക്കണമായിരുന്നു. അത് കാരണം ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഒരു ഹാഫ് ലെമനും നമുക്ക് സ്ക്വീസ് ചെയ്യാം, കുറച്ച് ടാങ്കി ആയിരിക്കാൻ. ഗൈസ്, ഈ ചാട്ട് മസാല ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൽ കുറച്ചിട്ടിട്ടുണ്ട്. ഇത് യൂഷ്വലി നമ്മൾ ഹോട്ടൽസിൽ കുറച്ച് ടാങ്കിയും കുറച്ച് സ്വീറ്റ് ആൻഡ് സോർ ടേസ്റ്റ് വരാനായിട്ട് ഹോട്ടൽസിൽ ഇടാറുണ്ട്. ഇതിടുമ്പോൾ അത്യാവശ്യം ഫ്രൂട്ട്സിലും എല്ലാത്തിലും ഇട്ടാൽ നല്ല ടേസ്റ്റ്. അത് കാരണം ഇതും ഞാൻ കുറച്ചധികം ഇട്ട്. ഗൈസ്, ഇതാണ് നമ്മളുടെ ഹെൽത്തി ഹൈ പ്രോട്ടീൻ പനീർ ഠേച്ച. ആൻഡ് സെയിം നമ്മളുടെ മുളകുണ്ട്. ഇതൊരു മഹാരാഷ്ട്രൻ ഡിഷാണ്. ഞാൻ ഇത് സാധാരണ റൊട്ടിയുടെ കൂടെ ഇവിടുത്തെ മഹാരാഷ്ട്രൻസ് കഴിക്കാറുണ്ട്. ഇത് മുളകും ഞാൻ ബാക്കി പനീർ വിട്ടിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് പ്രോട്ടീനും ഇടാനായിട്ട് ഞാൻ പനീർ ആഡ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും. പ്ലസ് ദിസ് ഇസ് ഹൈ പ്രോട്ടീൻസ്. ദിസ് ഇസ് മസ്റ്റ് ട്രൈ ഫുഡ്. ഗൈസ്, ഫൈനലി ഇതാണ് നമ്മളുടെ പനീർ ഠേച്ചയുടെ റെസിപ്പി. നിങ്ങൾ ഷോർലി ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ഡൗൺ ചെയ്യണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. ആൻഡ് ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ടേക്ക് കെയർ.